ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്ലീറ്റഡ് പ്രിൻസസ് കട്ട് ടോപ്പ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്ന് കാണിക്കുന്നത്. ലൈനിങ് ഭാഗടിയിൽ വെച്ചിട്ട് ഇത് മുകളിൽ നല്ല പീസ് തുണി കേട്ടോ. അപ്പം ഇതിൻ്റെ സൈഡ് ഇത് ആം ഹോളിൻ്റെ അടുക്കുന്ന മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ലൈനിങ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് സൈഡിൽ ഇവിടെ ജോയിൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. രണ്ട് ഭാഗത്തും ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ബോഡി കറക്റ്റാക്കുന്നത് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ഇത് പ്രിൻസസ് കട്ടിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ കഴുത്ത് നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നല്ല ഭാഗം കമിഴ്ത്തി വയ്ക്കുക, ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്കാക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബാക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം, റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കട്ടിട്ട് കൊടുത്തിട്ടാകുമ്പോൾ നല്ല ഇപ്പുറത്തേക്ക് തുണി മറിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ടുണ്ടാകും. നമുക്ക് കഴുത്ത് നല്ല നീറ്റായിട്ട് കിട്ടും. ഇതേ ഇപ്പം നോക്കിയേ, നല്ല നീറ്റായിട്ടില്ലേ കഴുത്ത്, നല്ല നീറ്റായിട്ടില്ലേ, കണ്ടില്ലേ? ഇപ്പം നമുക്കിത് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. പതിച്ചടിച്ച് കൊടുത്ത് ഇനി നമുക്ക് സൈഡിലത്തെ ഭാഗമില്ലേ നമ്മൾ കട്ട് ചെയ്ത് ആ സൈഡിലത്തെ ലൈനിങ്ങിനും പതിച്ചടിച്ച് കൊടുക്കാനുണ്ട്. ലൈനിങ് അതിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതാദ്യം സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. ലൈനിങ്ങിൻ്റെ ഭാഗം രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ലെവലാക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആം ഹോൾ റൗണ്ടിൻ്റെ അവിടെയുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഇതിനോട് ജോയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പ്രിൻസസ് കട്ടാകുമ്പോൾ നല്ല നീറ്റായിട്ടുണ്ടാകും. ഫ്രണ്ട് ഭാഗം അടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല നീറ്റായിട്ടുണ്ടാവും. ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഇത് മാത്രമാണ് ഞാൻ പ്രിൻ്റ് തുണി എടുത്തിട്ടുള്ളത് കേട്ടോ. സൈഡിലത്തെ ഭാഗം പ്ലെയിൻ പീസാണ്. ഇനി ഇതിൻ്റെ സൈഡിലത്തെ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ കട്ട് ചെയ്ത് വെച്ചത് ഇതിനോട് ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗവും ജോയിൻ ചെയ്ത് കൊടുക്കാം. ചുളുക്കൊന്നും വരാതെ നല്ല നീറ്റായിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് തിരിച്ചിട്ട് നല്ല പതിച്ചടിക്കുമ്പോൾ ഇപ്പോൾ ബോഡി റെഡി ആയില്ലേ, ഇത്രയേ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു ജോയിൻറ്റ് മാത്രമേ ഉള്ളൂ. അതിനി നമ്മൾ നല്ല നീറ്റായിട്ട് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. ഫ്രണ്ട് ഭാഗം നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. രണ്ട് ഭാഗത്തും നല്ല നീറ്റായിട്ട് ആക്കിയിട്ട് കൊടുക്കാം. ഇതേ രണ്ട് ഭാഗവും റെഡി ആയിട്ടുണ്ട്. രണ്ട് ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ട് ബോഡി റെഡിയായി. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുത്തിട്ട് ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അതും ഇതുപോലെ തന്നെ കഴുത്ത് റൗണ്ടിൽ അടിച്ചിട്ട് നല്ല നീറ്റാക്കി വെച്ച് കൊടുത്തിട്ട് ചുളുക്കമൊന്നും വരാതെ നല്ല നീറ്റാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഫസ്റ്റിൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ പിൻ ചെയ്തിട്ട്
നേരിയ തുണി ആയതുകൊണ്ട് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് റൗണ്ട് കഴുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഫ്രണ്ടിലത്തെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ബാക്കിലെത്തതും. അത് വീണ്ടും കാണിക്കണ്ടല്ലോ. അപ്പോൾ ഒത്തിരി വട്ടം അതൊക്കെ കാണിച്ചതാണ്, അതുകൊണ്ടാണ് അത് ബാക്ക് ഭാഗം കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് സ്ലീവാണ് ഇതിന് പിടിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ് പഫ് സ്ലീവാണ് കേട്ടോ. പഫ് സ്ലീവാണ്. ഇതിൻ്റെ താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ആം ഹോൾ റൗണ്ടിന് എടുക്കുന്ന ഫസ്റ്റിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എടുക്കുന്ന സ്ലീവിന് ഒത്ത നടുക്ക് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷോൾഡറിൻ്റെ ഭാഗം വരുന്നിടത്ത് എത്ര ഭാഗമാണോ ബാക്കി വരുന്നത് അത്ര നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. കൈക്ക് ലൈനിങ് വയ്ക്കുന്നില്ല കേട്ടോ. കൈ അത് നെറ്റ് മാത്രം, സാരീൻ്റെ ഇത് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ആ നടുഭാഗത്ത് എത്തിയിട്ടാകുമ്പോൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 5 പ്ലീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അത്രയും വെച്ചിട്ടുണ്ട് ഞാൻ. ഇതാ ഇവിടെ പ്ലേറ്റ് കൈ സ്റ്റിച്ച് ചെയ്തു. ഇതാ കണ്ടില്ലേ, ഇതാ പ്ലേറ്റ് വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്ലീവിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ, 2 ഭാഗവും സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ വണ്ണം ഇവിടെ അടയാളപ്പെടുത്തുക. അപ്പോൾ വണ്ണം അടയാളപ്പെടുത്തിയിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ബോഡി ജോയിൻ ചെയ്ത് കൊടുക്കുക. ബോഡി ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്തെ സ്ലീവും ബോഡി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് പ്ലീറ്റ് ചെയ്യാനുള്ള, താഴത്തെ പ്ലീറ്റ് ചെയ്യാനുള്ള തുണി ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് 3 പീസ് തുണിയാണെന്നല്ലേ എടുത്തിട്ടുള്ളത്. അത് കട്ടിങ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. 3 പീസ് തുണിയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. കട്ടിങ് വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ സ്റ്റിച്ചിങ് വീഡിയോ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ 3 പീസ് തുണി എടുത്തിട്ടുണ്ട്. സാരിയുടെ ഫുൾ വീതിക്കുള്ള 3 പീസ് തുണി എടുത്തിട്ടുണ്ട്. എന്നാലേ താഴത്തെ ഭാഗത്തുള്ള പ്ലീറ്റ് വെക്കാനുള്ള തുണി ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് 3 നമുക്കിത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. 3ാമത്തെ പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ 2 സൈഡും ഇല്ലേ, 2 സൈഡും നമുക്ക് മടക്കി അടിക്കണം കേട്ടോ. 2 ഭാഗവും മടക്കി അടിക്കണം. പ്ലേറ്റ് ചെയ്യാനുള്ളത് ഒന്ന് താഴത്തെ ഭാഗമാണ് വരിക, ഒന്ന് പാവാടക്ക് പ്ലേറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പാവാടയുടെ പ്ലേറ്റ് കാണിക്കാം. അപ്പോൾ ആദ്യം ഇത് തുണിയിൽ പ്ലേറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ നന്നായിട്ട് നമുക്ക് ബോഡിക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റെല്ലാം കറക്റ്റായിട്ട് എത്രയാണോ പ്ലേറ്റ് വരുന്നത് നമ്മൾ കട്ടിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ബോഡീൻ്റെ നടുഭാഗത്തും കട്ടിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ എത്രയാണോ പ്ലേറ്റ് വരുന്നത് നോക്കിയിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ ആ പ്ലേറ്റ് ഇട്ട് വെച്ച ഭാഗം നമുക്ക് ബോഡിക്ക് എളുപ്പത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. അതിന് നമുക്ക് എളുപ്പമായിരിക്കും ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് വെച്ചിട്ടാകുമ്പോൾ. നിങ്ങളൊരു തവണ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം പ്ലേറ്റ് ഇട്ട് വെക്കുക പാവാടക്ക്. ഇത് ഇത്തിരി വലിയ പ്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. താഴത്തെ ഭാഗത്തുള്ള ചെറിയ തുണിക്ക് അത് ചെറിയ പ്ലേറ്റ്. ഇത് ബാക്കിൽ കെട്ടിയിട്ട് വെക്കാനുള്ള നാടയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു തുണിയുടെ 2 ഭാഗം അത് മടക്കി വെച്ചിട്ട് പീസ് തുണി നിവർത്തി അത് 2 ഭാഗം ഇങ്ങനെ മടക്കി വയ്ക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട്, അത് അറിയാലോ, അറിയാത്തവർക്ക് പറഞ്ഞതാ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഈർക്കിളോ കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇപ്പുറത്തേക്ക് മറിച്ചിടുക.
സ്ക്രൂ ഡ്രൈവർ ആയാലും മതി. മറിച്ചിട്ടിട്ട് അവിടെ ബോഡിക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡിക്ക് ഈ പാവാട പ്ലീറ്റ് ഇട്ട് വെച്ച പാവാട ബോഡിക്ക് ജോയിൻ ചെയ്യാം. ബോഡിക്ക് ഈ പാവാട പ്ലീറ്റ് ഇട്ട് വെച്ച പാവാട ജോയിൻ ചെയ്യുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ലൈനിങ്ങും ഇതിന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതാ ബോഡിക്ക് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതേ നോക്കിയേ, കണ്ടിരുന്നില്ലേ? ഇതാ ബോഡിക്ക് പാവാട ജോയിൻ ചെയ്ത് വെച്ചു. നന്നായിട്ടില്ലേ? ഇനി താഴത്തെ ഭാഗത്തുള്ള പ്ലേറ്റാണ് ഇടാനുള്ളത്. താഴെ ഭാഗത്തുള്ള പ്ലേറ്റാണ് ഇടാനുള്ളത് കേട്ടോ. ഇതാ ഇത് ബോഡിക്ക്. ഇനി ബോഡീൻ്റെ ഈ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ലേസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി താഴത്തെ ഭാഗത്തുള്ള പ്ലേറ്റാണ് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. അതെ, ഇനി പാവാടേൻ്റെ ആ ഭാഗത്ത് നമുക്കിനി ഈ താഴത്തെ പീസ് എടുത്തിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. അത് ഈ പാവാട ചെയ്തതുപോലെ ആദ്യം പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലേ പാവാടക്ക് വെച്ചിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. പാവാടക്ക് വെച്ച് പ്ലേറ്റ് ഇടുന്നതിനേക്കാളും എളുപ്പം ആദ്യം നമുക്ക് വിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിന് എത്രയാണോ വേണ്ടത് അത്ര നോക്കിയിട്ട് പ്ലേറ്റ് എത്രയാണോ വരുന്നത് നോക്കിയിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ടാകുമ്പോൾ പിന്നെ ഈ പാവാടയ്ക്ക് പിടിപ്പിച്ചാൽ മാത്രം മതി. ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അല്ലാതെ താഴത്തെ തുണിയിൽ പ്ലേറ്റ് ആദ്യം ഇട്ടിട്ട് ഇതിലേക്ക് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ പ്ലേറ്റ് എടുത്തിട്ട് ഇതിന് ഈ പാവാടയ്ക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി പാവാടയ്ക്ക് ഇത് നന്നായിട്ട് ജോയിൻ ചെയ്തിട്ട് കൊടുക്കുക. നല്ല നീറ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ജോയിൻ ചെയ്യുന്നത് കാണിക്കുമ്പോൾ വീഡിയോ ലെങ്തായി പോകും കേട്ടോ. ഇതാ ഇങ്ങനെ പ്ലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ പാവാടയ്ക്ക്. അപ്പോൾ ഇനി നമുക്ക് അത് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ഭാഗം ജോയിൻ ചെയ്യാം കേട്ടോ. പാവാടേൻ്റെ സൈഡ് ഭാഗം ജോയിൻ ചെയ്യാം. മൊത്തം ബോഡിക്ക് പാവാട ജോയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ബോഡിക്ക് ജോയിൻറ്റിനടുത്ത് ഞാൻ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോക്കിയേ, നന്നായിട്ടില്ലേ? ഒരു സാരിയിൽ അടിപൊളി ടോപ്പ്. അപ്പോൾ ഓക്കെ, ബൈ.